ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല, അതിന്റെ അണികൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. വേണമെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ അവർ ലക്ഷക്കണക്കിന് അണികൾ ഫിനിക്സ് പക്ഷികളെ പോലെ പറന്നുയർന്ന് വരാവുന്നതേ ഉള്ളൂ. അവർക്ക് നല്ല നേതൃത്വം വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും പുനരുജ്ജീവിച്ച് അവർ വൻ ശക്തിയോട് തന്നെ, വളരെ ശക്തി. അതുകൊണ്ട് പാർട്ടി തകർന്നു എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. അണികൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല, അവർ അങ്ങനെ തന്നെ ഉണ്ട്. ഇതൊരു താക്കീതാണ്, ഇത് രോക്ഷമാണ്, ഇത് വളരെ നാൾ പോയെങ്കിൽ മനസ്സിൽ അണപൊട്ടിയ ഒരു പ്രതികാരമാണ്. ഇതൊരു മധുരപ്രതികാരം എന്ന് പറയാൻ പറ്റില്ല. പാർട്ടി നിലനിൽക്കണം എന്ന് വിചാരിക്കുന്ന ഓരോ വ്യക്തിയും, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്തതാണ്. അവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ UDFിന്റെ വോട്ടും, UDFിലെ ആൾക്കാരുടെ വോട്ടും മറ്റ് സമുദായങ്ങളുടെ എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് വന്നപ്പോഴത്തേക്കും UDFിന് ഒരു വൻ വിജയം തന്നെ ഉണ്ടായി. അതിൽ സഹാക്കളുടെ പങ്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. അവരുടെ രക്ഷയും അവരുടെ പകയും അവർ ഇന്നലത്തെ ഇതിനെ കാണിച്ചതാണ്, ഇലക്ഷനെ കാണിച്ചതാണ്. നമ്മൾ ഇന്നലത്തെ റിസൾട്ടിൽ നമ്മൾ കണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് അതീതമായി വളർന്ന ആരുമില്ല, പാർട്ടിക്ക് അതീതമായി ആരും വളരാനും പാടില്ല. അതാണ് അവരുടെ നയം. പാർട്ടിയാണ് വലുത്. പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും അണികളും നേതാക്കളും എല്ലാം ചേർന്ന പാർട്ടി. അപ്പൊ പാർട്ടിക്ക് അതീതമായി പാർട്ടിയേക്കാൾ വളരുന്നവരെ വെട്ടി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അത് തന്നെയാണ് ഇന്നലത്തെ വോട്ടെടുപ്പിൽ നമ്മൾ കണ്ടത്.